ഗുരുവായൂർ ഏകാദശി ദിവസം മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മറ്റൊന്ന് 33 കോടി ദേവകളുടെയും സാന്നിധ്യവും അവിടെ ഉണ്ടാകും. പിന്നെ പറയുന്നത് അന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസമാണ്. മാത്രമോ നമ്മളുടെ ഗുരുവും വായുവും കൂടി ആ പാതാള അഞ്ജനശിലയിൽ തീർത്ത രൂപം അവിടെ പ്രതിഷ്ഠ നടത്തിയത് ഗുരുവായൂരിൽ കൊണ്ടുവന്ന അതിൻ്റെ പ്രതിഷ്ഠാ ദിനവും അന്നാണെന്നാണ് പറയുന്നത്. എന്തെല്ലാം മാഹാത്മ്യമാണ് ആ ഒരു ദിനത്തിന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ആ ദിവസം എല്ലാവർക്കും സമുചിതമായിട്ട് ആഘോഷിക്കണം. നമ്മളാരും അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ പറ്റിയില്ലോ, വിഷമിക്കേണ്ട. നമ്മുടെ അടുത്ത് കൃഷ്ണക്ഷേത്രമുണ്ടല്ലോ, അവിടെ പോവുക. ഏതോ ഒരു ആചാര്യൻ, ആരാണെന്ന് ഞാൻ വിട്ടുപോയി, ഓർമ്മയില്ല. ഒരു വലിയ മഹത്തായ ഒരു ഗുരു തന്നെയാണ് നമ്മളുടേത്. അദ്ദേഹം പറഞ്ഞതായിട്ടൊരിക്കൽ കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ നിങ്ങൾ ഗുരുവായൂരൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി. അതേസമയം അവിടുത്തെ ആലഭാരങ്ങളൊക്കെ, അതായത് അവിടുത്തെ ആഘോഷങ്ങളും ആ ജനത്തിരിക്കും, അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ അവിടെ പോകണമെന്ന്. അത് ശരിയല്ലേ? നമ്മൾ അവിടെ ഇരുന്നാൽ നമുക്ക് മഹാവിഷ്ണുവിനെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ അകക്കണ്ണുകൊണ്ട് എപ്പോഴും കാണാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരണമെങ്കിൽ, ആ ജനതയിൽ ഒരാളായി അങ്ങനെ ഒഴുകി നടക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെ ചേരണം. ഇനി ഗുരുവായൂർ ഏകാദശിയുടെ ഒരു ചെറിയ കഥയും കൂടെ പറയാം. അതായത് ക്ഷേത്രത്തിലൊന്നും നല്ല തിരക്കാണല്ലോ. ആ സമയത്ത് നമ്മളുടെ വില്വമംഗലത്ത് സ്വാമിയാർ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു പോലും, ഒരു ശുദ്ധാശുദ്ധമൊന്നും ഇവിടെ ഇല്ല എന്ന്. കാരണം ജനങ്ങളങ്ങനെ എത്തുകയല്ലേ. ഉടനെ തന്നെ സ്വാമി പറഞ്ഞെന്ന് എന്നെ ഒന്ന് തൊട്ടുകൊണ്ട് നോക്കിക്കോളാൻ പറഞ്ഞു. വേഗം അദ്ദേഹത്തെ തൊട്ടിട്ട് അവിടെ നോക്കിയപ്പോഴുണ്ടല്ലോ, അവിടെ ഉള്ളതെല്ലാം ചതുർബാഹുവായ വിഷ്ണുവാണ്. ഓരോരുത്തരും, അതായത് വിഷ്ണു സ്വരൂപങ്ങളായിട്ടാണ് അവിടെ അമ്പലത്തിൻ്റെ അകത്തുള്ളവരെ മാത്രമല്ല, ആ മുറ്റത്ത് ആ പ്രദേശത്ത് ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നവരെ എല്ലാവരെയും വിഷ്ണു രൂപത്തിലാണ് കണ്ടത്. അങ്ങനെയുള്ള ആ പൊന്നു തമ്പുരാൻ, നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലക്ഷ്മിയെയും വിഷ്ണുവിനെയും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.